കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 35-ാം അധ്യായം. നമ്മൾ 21-ാമത്തെ ശ്ലോകം ചെയ്തു. അതിൽ വേണുഗാനം പൊഴിക്കുന്ന അല്ലെങ്കിൽ വേണുഗാനം ചെയ്യുന്ന ഭഗവാനെ എന്താ പറയുക, സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും ഒക്കെ വാദ്യഗീതങ്ങളും പുഷ്പവർഷവും ഒക്കെ ചെയ്തിട്ട് സേവിക്കുന്നു. അതാണല്ലോ പറഞ്ഞത്. അതായത്, ഹേ യശോദേ, നിന്റെ മകൻ എന്താണ് ഒരു വലിയ ചക്രവർത്തിയെക്കാളും, അതായത് ദേവേന്ദ്രനേക്കാളും ബഹുമാനം എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരാളാണ്. അതായത് ഈ സ്തുതിപാഠകന്മാർ പോലും വാദ്യഗീതഘോഷങ്ങൾ കൊണ്ട് പുഷ്പവൃഷ്ടികൾ കൊണ്ടും അങ്ങേ സേവിക്കണു എന്നാണല്ലോ പറഞ്ഞത്. ഇനി 22-ാമത്തെ വേറൊരു ഗോപിക പറയണത്. വത്സലോ വ്രജഗവാം യദഗധ്രോ വന്ദ്യമാനചരണപതി വൃദ്ധൈഃ കൃഷ്ണഗോധനമുപോഹ്യദിനാന്തേ ഗീതവേണുരനുഗേഡിതകീർത്തിഃ യത്. ഏത് കാരണം? അഗധ്രഃ മീൻസ് പർവ്വതത്തെ, അതായത് എന്താ പറയുക, ഗോവർദ്ധനം ധരിച്ചവനായോ. തദ് അതുകൊണ്ട് വ്രജഗവാം വ്രജത്തിലെ പശുക്കളായ നമ്മളുടെ വത്സലഹ ഹിതത്തെ ചെയ്യുന്നവനും, പഥി വഴിയിൽ, വൃദ്ധൈഹി വൃദ്ധന്മാരാൽ, വന്ദ്യമാന ചരണഃ എല്ലാവരാലും വന്ദിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയവനും, ദിനാന്തേ സായംകാലത്തിൽ, അതായത് വൈകുന്നേരം, ദിനാന്തം അന്തം, ഒരു ദിവസത്തിന്റെ അന്തം പറഞ്ഞ വൈകുന്നേരം, കൃഷ്ണ ഗോധനം പശുക്കളെ മുഴുവനും ഉപോഹ്യ ഒന്നിച്ചു നിർത്തിയിട്ടേ, ഗീതവേണു അതായത് വേണുഗാനം പൊഴിക്കുന്നവനും, അനുഗേഡിത കീർത്തിഹി അതായത് ഒപ്പം നടക്കണവരാൽ സ്തുതിക്കപ്പെടുന്നവനും ആയിരിക്കുന്നു. അപ്പൊ ഇതില് പറഞ്ഞത്, ഇതിലും വേണുഗാനം തന്നെയാണ് പറയണത് ശരിക്കും പറയാച്ചാൽ, അല്ലേ? അതായത് ഈ ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ കൃഷ്ണൻ എന്താ ചെയ്ത്? ഗോകുലത്തെ പശുക്കളെ മാത്രമല്ല എല്ലാവരെയും രക്ഷിച്ചു. പക്ഷേ ഗോവർദ്ധനോദ്ധാരം അവര് ഒട്ടും വളരെയധികം നിസ്സഹായരാണല്ലോ. പശുക്കളൊക്കെ ഇപ്പൊ വെള്ളം വരുമ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കാം. അവര് പശുക്കൾ അങ്ങേയറ്റം നിസ്സഹായരാ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഗോവർദ്ധനം കൊടയായി പിടിച്ചിട്ട് പശുക്കളെ അപ്പൊ പശുക്കൾക്ക് ഭയങ്കര സന്തോഷായി. എന്നിട്ടിങ്ങനെ ഉഴിഞ്ഞു കൊടുത്തുകൊണ്ട് നിക്കണതൊക്കെ നമ്മള് പറഞ്ഞുല്ലോ. അതായത് ഒരു കൈ കൊണ്ട് പശുക്കളുടെ മേൽ ഉഴിയൊക്കെ, അങ്ങനെ പശുക്കളെ അത്യന്തം സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പശുക്കളുടെ പ്രിയപ്പെട്ടവനായി. അങ്ങനെ വൃന്ദാവനത്ത് നിന്ന് വൈകുന്നേരം ഗോകുലത്തിലേക്ക് മടങ്ങി വരുന്ന കൃഷ്ണനെ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് വേണു ഊതി, അതായത് എല്ലാ പശുക്കളെയും ഒന്നിച്ചു നിർത്തി. അവർക്ക് അത്ര ഇഷ്ടമാണ് വേണുഗാനം കേൾക്കാനേ. അപ്പൊ സ്നേഹത്തോടുകൂടി വേണുഗാനം പൊഴിക്കണ സമയത്ത് അവരൊക്കെ ചെവികൾ ഉയർത്തി കേട്ട് നിൽക്കുക. അത് വരണ സമയത്ത് വൈകുന്നേരം അന്നത്തെ മേച്ച് നടക്കലൊക്കെ കഴിഞ്ഞ് പൈക്കളൊക്കെ നല്ലോണം നല്ല പുല്ലൊക്കെ തിന്ന് വെള്ളമൊക്കെ യമുനയിൽ നിന്ന് കുടിപ്പിച്ച് ഇവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് ആ വരണ സമയത്ത് എല്ലാ പശുക്കളെയും ഒരുമിച്ച് നിർത്തി അതിമനോഹരമായിട്ട് വേണു ഊതുമ്പോൾ, അതാണ് വേണു ഊതുന്ന കൃഷ്ണനെ എന്നാണ്. ഇനി അടുത്തേല് പറയുന്നത് എന്താ നോക്കാം. അങ്ങനത്തെ കൃഷ്ണനെ വത്സലോ വ്രജഗവാം യദഗധ്രോ വന്ദ്യമാന ചരണ പഥി വൃദ്ധൈഃ കൃഷ്ണഗോധനമുപോഹ്യദിനാന്തേ ഗീതവേണുരനുഗേഡിത കീർത്തിഃ. 23. ഉത്സവം ശ്രമരുചാഭിദൃശീനാം ഉന്നയൻ ഖുരരജശ്ചുരിതസ്രക് ദിൽസയൈതി സുഹൃദാശിഷ ഏഷ ദേവകീ ജഠര ഭൂരുഡുരാജഹാം. ശ്രമരുച അപി അതായത് ഇങ്ങനെ
ഒരുപാട് മേച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രമം, എഫർട്ട് ഉണ്ടല്ലോ, അതായത് പണി ഇങ്ങനെ, അതായത് ഒരുപാട് വിഷമിച്ച് അല്ലെങ്കിൽ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അപ്പൊ ഒരു ക്ഷീണവും തലമുടിയൊക്കെ അങ്ങനെ പാറി അങ്ങനെ ആവൂലോ വൈകുന്നേരം ആകുമ്പോഴേക്കും. അങ്ങനെയുള്ള ശ്രമം കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ആ സൗന്ദര്യത്തോടുകൂടി ദൃശീനാം കണ്ണുകളുടെ ഉത്സവം, ആനന്ദത്തെ ഉന്നയൻ അങ്ങേയറ്റം ആനന്ദം പ്രാപിക്കുന്നവനായി ഖുര രജച്ഛുരിത സ്രക്ക്, ഈ പൈക്കൾ നടക്കുമ്പോ ഈ ഇങ്ങനെ എന്താണ് ടാറിട്ട റോഡൊന്നല്ലല്ലോ, മണ്ണുള്ള റോഡാണല്ലോ, റോഡാണല്ലോ, അപ്പോ മൺപാതയാണല്ലോ. അപ്പൊ ഈ പൈക്കൾ ഇങ്ങനെ കുളമ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ അമർത്തി നടക്കുന്ന സമയത്ത് പൊടി നല്ലോണം പാറി, അങ്ങനെയുള്ള പൊടി ഒക്കെ പൊടികളാൽ എന്താണ് മാലയും, അതായത് ഈ വനമാലയൊക്കെ അതിലൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മാല ഇട്ടവനോട് കൂടിയവനായി സുഹൃദാശിഷ, സുഹൃത്തുക്കളുടെ ആശിസിന്റെ ദിൽസയ, അത് ദാനം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ദേവകീ ജഡരഭൂഹു, ദേവകിയുടെ വയറ്റിൽ ജന്മം എടുത്ത ഏഷഹ ഉടുരാജ, ഈ ചന്ദ്രൻ ഏതി വരുന്നു. അതായത് എന്താ അറിയോ ഇതില് പറയണത്, ഈ അതായത് മുമ്പേ പറഞ്ഞില്ലേ പിന്നെന്താണ് ഈ പശുക്കളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഗോവർദ്ധന ഉദ്ധാരണം ചെയ്ത കൃഷ്ണൻ വൈകുന്നേരം ഗോകുലത്തിലേക്ക് മടങ്ങി വരുമ്പോ ഓടക്കോയിൽ വിളിച്ച് പശുക്കളെ ഒത്തുചേർത്ത് മടങ്ങി വരുന്ന സമയത്ത് ഈ പശുക്കളെ ആട്ടിത്തെളിച്ചും വേണുഗാനം ചെയ്തും ഗോപബാലന്മാരൊക്കെ അങ്ങനെ ഭഗവാനെ സ്തുതിച്ചും കൊണ്ടും പിന്നെയോ പശുക്കളുടെ കുളമ്പ് മൺപാതയിൽ തട്ടിയിട്ട് പാറിപ്പറക്കണ ആ പൊടി മാലയിൽ മുഴുവൻ എന്താണ് കലർന്ന് വരുന്ന ആ ശ്രീകൃഷ്ണ ചന്ദ്രൻ, അവിടെ ഇപ്പൊ ചന്ദ്രനായിട്ടാണ്, അതാണല്ലോ പറഞ്ഞ ഉടുരാജ എന്ന്. ഈ ഭഗവാനാകുന്ന ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ നമ്മുടെ കണ്ണുകൾക്കിതാ നമുക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശരിക്കും ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലുള്ള ആ കൃഷ്ണൻ ഇതാ നമ്മുടെ കണ്ണുകൾക്കും അമൃതമായിട്ടുള്ള ഒരു അനുഭൂതി നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. അതായത് ഗോകുലം അടുത്തപ്പോഴേ കൃഷ്ണനും അതെ, കൃഷ്ണനെ കാണാൻ വേണ്ടി ഗോപികമാരൊക്കെ നിൽക്കണ്ടെന്ന് അറിയാം. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ നടക്കുമ്പോൾ വിശർക്കൊക്കെ ചെയ്യൂലോ അല്ലേ. അത്ര കൃഷ്ണനും കുറേ രാവിലെ തൊട്ട് പശുക്കളെ മേച്ചിട്ട് അതിനിടയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യൂല. അങ്ങനെ ഹോൾ ഡേ അങ്ങനെ. അപ്പൊ ക്ഷീണിച്ചൊരു മുഖമുണ്ട്. ക്ഷീണിച്ച മീൻസ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് വാടൂല മുഖം, ക്ഷീണിക്കൂല അങ്ങനെ. അത് മാത്രല്ല ഈ മാലയിലും തലമുടിയിലും ഒക്കെ ഈ എന്താണ് പൊടി കുളമ്പ്, മൺപാതയില് കൂടെ പശുക്കൾ നടക്കുമ്പോൾ ഉണ്ടാവണ ആ പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കൃഷ്ണൻ ബ്രഹ്മാദി ദേവന്മാരൊക്കെ നമസ്കരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പശുക്കളെ ആട്ടിത്തെളിച്ച് വേണുഗാനം ചെയ്തും കൊണ്ട് ഗോപന്മാരാൽ കീർത്തനം ചെയ്യപ്പെട്ട് പിന്നെയോ ഈ മൺപൊടി കുളമ്പെന്ന് പശുക്കളുടെ കുളമ്പ് തട്ടിയിട്ട് പാറിപ്പറക്കണ പൊടി കൊണ്ട് പൊടിയാൽ മൂടപ്പെട്ട വനമാലയോടും കൂടി ധരിച്ചു വരുന്ന ആ ശ്രീകൃഷ്ണ ചന്ദ്രൻ എന്നാണ് നമ്മുടെ കണ്ണുകൾക്കിതാ അമൃതാനുഭൂതിയെ നൽകി ഇതാ വരുന്നു എന്ന് വരെ പറയണം. അത്ര കാത്തിരിക്കുകയാണ് ഭഗവാൻ വരാനേ. അപ്പോ അത് ആ ഒരു യുഗളവും കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വായിച്ചിട്ട് അടുത്ത യുഗളത്തിലേക്ക് പോവാം. ഉത്സവം ശമരുചാഭിദൃശീനാം ഉന്നയൻ ഖുരരജുരിത സ്രക് മാല. സ്രക്ക മാലയാണ്. മാലയിലൊക്കെ ഈ പൊടി പറ്റിയിട്ടുണ്ടെന്ന്. ദിൽസയൈതി സുഹൃദാശിഷ ഏഷാ ദേവകീ ജഠര ഭൂരുദുരാജ. ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ ഇതാ, അതായത് കൃഷ്ണചന്ദ്രൻ ഇതാ വരുന്നു എന്ന് ഈ യശോദോട് പറയാണ്. ഇനി അധികം നേരം നമുക്ക് ഈ വിരഹം സഹിക്കണ്ട. ഇതാ
യശോദയോട് പറയണ പോലെയാണ്. യശോദയുടെ ആ കൃഷ്ണചന്ദ്രൻ ഇതാ വരുന്നു എന്ന് പറയണം. അതേപോലെ തന്നെ ദേവകിയുടെ മകനാണെന്നും പറയുന്നുണ്ടല്ലോ. ദേവകി അവിടെ ഇല്ലെങ്കിൽ പോലും ദേവകിയാണല്ലോ ജന്മം നൽകിയത്, അല്ലെ? ഇനി 24. മദവിഘൂർണിതലോചന ഈഷന്മാനദസ്വസുഹൃദം വനമാലി ബദര പാണ്ഡുവദനോ മൃദുഗണ്ഡം മണ്ഡയൻ കനകകുണ്ടലലക്ഷ്മ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഈഷദ് മീൻസ് അല്പം, മദവിഘൂർണിത ലോചന അതായത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ, അതായത് സ്നേഹം കൊണ്ടും മതം കൊണ്ടൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോടുകൂടിയും, സ്വസുഹൃതാം തന്റെ ബന്ധുക്കൾക്ക് മാനത അഭിമാനത്തെ നൽകുന്നവനായും, വനമാല ധരിച്ചവനായും, ബദര പാണ്ഡുവദന പിന്നെ ബദരം പോലെയുള്ള പാണ്ഡുവായ മുഖത്തോടു കൂടിയവനും, അതിലേക്ക് വരാട്ടോ ഞാൻ, കനക കുണ്ടല ലക്ഷ്മിയ അതായത് സ്വർണ്ണ കുണ്ടലങ്ങളുടെ കാന്തി കൊണ്ട്, മൃദുഗണ്ഡം അതായത് അത് കവിളിലിങ്ങനെ, ഗണ്ഡം വെച്ച കവിളാണ്, കവിളിലിങ്ങനെ തട്ടുന്നുണ്ട്. അങ്ങനെ മൃദു ആ എന്താണ് കുണ്ടലങ്ങളുടെ ശോഭ പ്രതിഫലിക്കുന്ന കവിളുകളോടും മണ്ടയൻ അലങ്കരിക്കുന്നവനുമായിരിക്കുന്ന കൃഷ്ണന്റെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ഇതിലെന്താ പറഞ്ഞാൽ കുറച്ച് ചുവപ്പ് വർണ്ണം കലർന്ന്, അതായത് കണ്ണിനെ അങ്ങനെയാണ് പറയുക, ഭംഗിയുടെ ഒരു ഇതായിട്ട് എപ്പോഴും ഒരു ചെറിയൊരു ചുവപ്പ്, എന്നിട്ട് പിന്നെ ഇളകുന്നുണ്ട്, അങ്ങനത്തെ കണ്ണുകളോട് കൂടിയവനും, സ്നേഹിതന്മാർക്ക് അതായത് അഭിമാനം എന്ന് പറഞ്ഞില്ലേ, അതായത് അവർക്കൊക്കെ ഭഗവാന്റെ സ്നേഹിതനാണെന്ന് പറയുന്നതിന് വളരെ അഭിമാനം വളർത്തുന്നവനും, ഓ കൃഷ്ണന്റെ സുഹൃത്താണ് ഞാൻ എന്ന് പറയാൻ അവർക്ക് വളരെ അഭിമാനമാണ്. അതാണ് അങ്ങനെ അവർക്ക് അഭിമാനം നൽകുന്നവനും, വനമാല ധരിച്ചവനും, ഈ ബദരം എന്ന് പറഞ്ഞ ഈ ലന്തപ്പഴം പോലെ ഉള്ള ഇളം നീല നിറവറ്റയാണ് തോണ്ടത്, അല്ലെങ്കിൽ ആ ബദരം പോലെ ഇളം നീല നിറത്തോടു കൂടിയ മുഖത്തോടു കൂടിയവനും, പിന്നെയോ മകരകുണ്ടലങ്ങള് പ്രതിബിംബിക്കുന്ന വളരെ മൃദുവായ കവിൾത്തടങ്ങളോട് കൂടിയവനും, ഈ എല്ലാ വ്രജനാഥനായ കൃഷ്ണൻ ഒരു ആ കൃഷ്ണനെയാണ് ഇപ്പൊ ഇതില് വർണ്ണിച്ചത്. ആ കൃഷ്ണന്റെ വർണ്ണന മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ഇതിലെ, അല്ലെ? അതായത് കൃഷ്ണനെ കണ്ടിട്ട് ഒരു ഗോപിക പറയണ അവസാനത്തെയാണത്. അതുകൊണ്ട് അതായത് കുറച്ചിങ്ങനെ ഇതായിട്ട് കണ്ണിങ്ങനെ ചെറുതായിട്ട് ചോന്ന് അതിങ്ങനെ കടക്കണ്ണുകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അത്രയും പിന്നുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഏകദേശം വൈകുന്നേരം വരണ സമയത്ത് ഡിസ്ക്രിപ്ഷൻ മനസ്സിൽ വിചാരിക്കാം. വനമാലകൾ ഇങ്ങനെ ആടുന്നുണ്ട് നടക്കുമ്പോഴേ, പിന്നെ ആ സ്വർണ്ണ കുണ്ടലങ്ങൾ ഇങ്ങനെ, പിന്നെ മകരകുണ്ടലങ്ങൾ ഇങ്ങനെ പ്രതിഫലിച്ചിരിക്കുന്നു ആ മൃദുവായ കവിൾത്തടങ്ങളില്. പിന്നെയോ മുഖം അല്പം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ഇലന്തപ്പഴം എന്നോ എന്തോ പറയാ അതിന്, എന്തായാലും അതിന്റെ പഴം പോലെ ഇങ്ങനെ ഒരു നീല നിറമെന്നോ പാണ്ഡുരം എന്താ എനിക്ക് ശരിക്കറിയില്ല. അതായത് എന്തായാലും ആ ഒരു കളറായിട്ട്, പിന്നെ ഞാനൊരു വ്യാഖ്യാനത്തിൽ വായിച്ചത് ലന്തപ്പഴം പോലെ ഇളം നീല നിറമുള്ള മുഖത്തോടു കൂടിയവനും എന്നാണ്. അപ്പോ പഴുക്കാറായ കുറച്ചും കൂടി എന്താണ് ചുവപ്പ് നിറവും നീല നിറവും കലർന്നതാവൂന്ന് അറിയില്ല, കാരണം വെയിലൊക്കെ കൊണ്ടിട്ടെ. എന്തായാലും അങ്ങനെയാണ് ഞാൻ ഇതിൽ വായിച്ച്. ഈ പണ്ഡിറ്റ് ഗോപാലൻ നായരിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇലന്തപ്പഴം പോലെ പാണ്ഡുരമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ആ മുഖത്തോടു കൂടി വനമാലയും ധരിച്ച് എത്താറായി ഗോകുലത്തില്. അതാണ് ഈ ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിലേക്ക് പോവാം. അത് കാണുമ്പോ എന്താണ് ഉണ്ടാവണമെന്നുള്ളത്, അല്ലെങ്കിൽ ആരെ പോലെയാണ് ഭഗവാൻ വരണമെന്ന്. മദവിഘൂർണിതലോചന ഈഷദ് മാനദ സ്വസുഹൃദാം വനമാലി ബദര പാണ്ഡുവദനോ മൃദുഗണ്ഡം മണ്ഡയൻ കനകകുണ്ടലലക്ഷ്മ്യാം യദുപതിർദ്വിരദരാജവിഹാരോ യാമിനീപതിരിവൈഷദിനാന്തേ
മുദിതവക്ത്ര ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം. ദുരതരാജവിഹാര, അതായത് ഒരു ആനയുടെ നടത്താണ്. ആനയെ പോലെ വിഹാരം നടക്കുന്നവനും ദിനാന്തേ മീൻസ് വൈകുന്നേരം, യാമിനീപതിഹി ഇവ ചന്ദ്രനെ പോലെ മുദിതവക്ത്ര, നല്ല സന്തോഷം പൂർണ്ണചന്ദ്രന്റെ മുഖം പോലെ ഇരിക്കുന്ന, മുഖത്തോടു കൂടിയും ഇരിക്കുന്ന ഏഷ ഈ യദുപതി ശ്രീകൃഷ്ണൻ വ്രജഗവാം, വ്രജത്തിലത്തെ ഈ പശുക്കളുടെ ദുരന്തം, അതായത് ആ ദുരന്തം വെച്ചാൽ ദുരന്തം ചെന്തറിയോ, അന്തമില്ലാത്ത, അതായത് അവസാനമില്ലാത്തതായ ദിനതാപം, ആ ദിവസത്തിലെ ദുഃഖത്തെ മോചയൻ മോചിപ്പിച്ചുകൊണ്ട് ഉപയാതി സമീപത്ത് വരുന്നു. അതായത് ഒരു മദം പൊട്ടിയ ആനയെപ്പോലെ നല്ല ഇങ്ങനെ മെജസ്റ്റിക് ആയിട്ട് നടക്കുക, ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് അങ്ങനെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കി, ഇങ്ങനെ ദേഹം കുലുക്കിയിട്ടല്ലേ ആന നടക്കുക. വളരെ മെജസ്റ്റിക് ആണല്ലോ ആനയുടെ നടത്തം. അങ്ങനെ മദം പൊട്ടിയ ആനയെ പോലെ, അതായത് അത്ര കോൺഫിഡൻസ്, അത്ര ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ നടക്കണ ഒരു ആനയെ പോലെ ആണ് ഭഗവാൻ നടക്കണതെന്ന്. അപ്പോ ഈ മേയ്ക്കാൻ കൊണ്ടുപോവാത്ത പശുക്കളൊക്കെ ഭഗവാനെ ഈ ഗോപികമാരെ പോലെ തന്നെ കുറെ പശുക്കളൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ വയസ്സായ പശുക്കളോ, അല്ലെങ്കിൽ ഗർഭമായിരിക്കുന്ന പശുക്കളോ, അല്ലെങ്കിൽ ചില പശുക്കളൊക്കെ പോവണ്ടെന്ന് വെച്ച് പോവാതിരിക്കുന്നതോ, കുറെ പശുക്കള് എല്ലാ പശുക്കളെയും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അപ്പോ ബാക്കി ആ ഗോകുലത്തിൽ തന്നെ ഭഗവാന്റെ വരവും കാത്ത, ഭഗവാൻ ഗോപികമാരെ പോലെ ഭഗവാന്റെ വിരഹവും സഹിച്ച് അവിടെ ഭഗവാന്റെ വരവ് കാത്തു നിൽക്കുന്ന ഈ ഗോകുലത്തില് കെട്ടിയിട്ടുള്ള ആ പശുക്കൾക്ക് തുല്യങ്ങളാണ് നമ്മൾ എന്ന് പറയണം ഈ ഗോപികമാരെ. അതായത് പോവാൻ പറ്റാതെ ദുഃഖിച്ച് കഴിയുന്ന പശുക്കളെ പോലെയാണ് നമ്മളും. നമുക്കും രാവിലെ ആ കൃഷ്ണന്റെ കൂടെ പോയി വൈകുന്നേരം വരാമെന്ന് വെച്ചാൽ പറ്റില്ലല്ലോ എന്ന് പറയണം ഗോപികയെ. എന്താ വെച്ചാൽ അപ്പൊ വീട്ടിലത്തെ പണികളും, ഇവിടെ കറന്ന പാലൊക്കെ കാച്ചണം അല്ലെ, ഉറൊഴിക്കണം, ഇന്നലത്തെ തൈരൊക്കെ കലക്കണം, ബാക്കി കുട്ടികൾക്കും ഭർത്താവിനും ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനത്തെ ജോലികളൊക്കെ കുറെ ഉണ്ടല്ലോ. അപ്പൊ രാവിലെ ഈവൻ ദോ അവർക്ക് ഭഗവാന്റെയും ബലരാമന്റെയും ഗോപക്കുട്ടികളുടെയും ഈ പശുക്കളുടെയും കൂടെ രാവിലെ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ടേ പോണെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കാതെ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ നമ്മളെ ഏതുപോലെ വെച്ചാൽ പോവാൻ പറ്റാതെ എന്തെങ്കിലും കാരണം കൊണ്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പശുക്കൾ ഭഗവാന്റെ വരവും കാത്തിരിക്കണ പോലെ തന്നെയാണ് നമ്മളും. ഭഗവാന്റെ കൂടെ പോവാൻ പറ്റാത്തോണ്ട് ഭഗവാന്റെ വിരഹം അനുഭവിച്ച് സദാ ഭഗവാനെ ഓർമ്മിച്ച് നമ്മൾ ഭഗവാനെ കാത്തിരിക്കണ ആ പശുക്കളും നമ്മളും ഒരുപോലെയാണെന്നാണ്. എന്നിട്ട് ആ പശുക്കളുടെ ദുഃഖത്തിനെ തീർത്ത പോലെ പകല് മുഴുവനും ഭഗവാനെ കാണാതെ ആ പശുക്കളും ദുഃഖിച്ചിരിക്കണം, അതുപോലെ നമ്മളും ദുഃഖിച്ചിരിക്കണം. അങ്ങനെ ഉള്ള നമ്മുടെ ദുഃഖം തീർക്കാനായിക്കൊണ്ട് ഇതാ ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലെ, അതായത് സൂര്യന്റെ ചൂടങ്ങട് കുറഞ്ഞ്, അതായത് ദുഃഖത്തിന്, ആ വിരഹ ദുഃഖത്തിന് സൂര്യന്റെ ചൂടായിട്ട് പറയാൻ വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആയപ്പോ ചന്ദ്രൻ ഉദിച്ചു പൊങ്ങുന്നതോടെ ഇവരുടെ എല്ലാ ദുഃഖം, ആ വിരഹ ദുഃഖം തീർത്തുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള വേഷവും അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ടുള്ള ആ കമനീയ കൃഷ്ണൻ ഇതാ നമ്മളുടെ സമീപത്തേക്ക് വരുന്നു. അപ്പോ ഈ 24 ശ്ലോകം കൊണ്ട് എന്താ വെച്ചാൽ രാവിലെ പോയപ്പോ തൊട്ട് ഈ 12 ഗോപികമാര് തമ്മിൽ പറയാണ് കൃഷ്ണന്റെ ഓരോ രൂപത്തിനെ ധ്യാനിച്ച് അതിനൊക്കെ എന്നിട്ട് വേണുഗാനം ചെയ്യാന്നും പറയുന്നുണ്ട്. ഇതിലൊറ്റേ പറയാതെ ഉള്ളൂ, ബാക്കി എല്ലാറ്റിലും പറയുന്നുണ്ട്. അങ്ങനെ വേണുഗാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ജഗത്ത് മുഴുവൻ, ജഗത്തിലെ സർവ്വജീവജാലങ്ങളും പ്രതികരിക്കുന്നത്. ഈവൻ ദേവന്മാരും ഗന്ധർവന്മാരും, അതായത് ആകാശചാരികൾ പോലും എന്ന് വേണ്ട സർവ്വജീവജാലങ്ങളും വൃക്ഷങ്ങളും ചേതനവും അചേതനായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഭഗവാന്റെ വേണുഗാനത്തോടെ രാവിലെ തൊട്ട് ഭഗവാൻ തിരിച്ചു വന്ന ഇവരുടെ ദുഃഖം തീർക്കുന്നത് വരെയുള്ള പല 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 വർണ്ണനയാണ് ചെയ്തത്. വേണുഗാനം ആലപിക്കുന്ന ഭഗവാന്റെ 12 രൂപം വർണ്ണിച്ചിട്ട് ഓരോന്നിനും രണ്ടാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് സർവ്വജീവജാലങ്ങളും ഈ ജഗത്ത് തന്നെ
ഭഗവാന്റെ വേണുഗാനത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? മീൻസ് എല്ലാവരും അതിൽ ലയിച്ച് അവനവനെ തന്നെ മറന്ന് ഈവൻ നദികൾ പോലും ഒഴുകൽ നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതാണ് ഈ ഇതിൽ പറഞ്ഞത്. അപ്പൊ ഈ അവസാനത്തേൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനെ ആന നടക്കണ പോലെ നടന്നു വരുന്ന ഈ ഭഗവാൻ, ഉദിച്ചു വരുന്ന ചന്ദ്രൻ ഈ പകലത്തെ ചൂടിന് ശമനം നൽകുന്ന പോലെ ഇവിടെ കാത്തിരിക്കുന്ന പശുക്കൾക്കും നമ്മൾക്കും നമ്മുടെ ദുഃഖത്തെ തീർത്ത് ഇതാ മനോഹരമായ കമനീയ രൂപത്തോടു കൂട്ടിയുള്ള കൃഷ്ണൻ ഇതാ വന്നു ചേർന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. യദുപതിർദ്വിരതരാജവിഹാരോ യാമിനി പതിരിവൈഷദിനാന്തേ മുദിതവക്ത്ര ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം. ഇനി ശ്രീശുഖവും കേട്ടോ. ഏവം വ്രജസ്ത്രിയോ രാജൻ കൃഷ്ണലീലാനുഗായതീഹി രേമിരേഹസ്സു തച്ചിത്താസ്തമനസ്കാ മഹോദയാഹ. ഹേ പരീക്ഷിത് മഹാരാജാവേ, തച്ചിത്താഹ അതായത് ഭഗവാനിൽ തന്നെ ജീവിതം അർപ്പിച്ചവരായി, തൻ മനസ്കാഹ അവനിൽ എല്ലാ സങ്കല്പവും ഭഗവാനിൽ അർപ്പിച്ചവരായി, മഹോദയാഹ മഹത്തായ ഉദയത്തോടുകൂടിയവരായിരിക്കുന്ന വ്രജസ്ത്രീകൾ. ഏവം ഇപ്രകാരം അഹസ പകൽ സമയത്ത് മുഴുവനെയും കൃഷ്ണലീല കൃഷ്ണന്റെ ലീലകളെ ഗായതി പാടുന്നവരായിട്ട് രമിച്ചു. ഇപ്പൊ നമുക്ക് ഗോപികമാരുടെ ഒരു ദിവസത്തെ പകലത്തെ ഒരു ദിവസത്തെ ഏകദേശ രൂപം കിട്ടിയല്ലോ. പകല് മുഴുവൻ പണികളുടെ ഇടയ്ക്ക് മുഴുവൻ അവര് ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാനിൽ തന്നെ അവരുടെ മനസ്സർപ്പിച്ച് ഓരോ ജോലികൾ ചെയ്യായിരുന്നു. എപ്പോഴും പകൽ സമയം മുഴുവൻ കൃഷ്ണന്റെ ലീലകളെ കീർത്തനം ചെയ്ത് കൃഷ്ണനെ അല്ലാതെ വേറെ ഒരാളെ പോലും മനസ്സിൽ ചിന്തിക്കാതെ ഇങ്ങനെ ഗോപികള് ദിവസേന പകല് കൃഷ്ണൻ പോയി, കൃഷ്ണൻ വന്നാൽ പിന്നെ എപ്പോഴും കൃഷ്ണൻ തന്നെ അല്ലെ, പിന്നെ ഉറങ്ങണ സമയത്തോറ്റേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ ഇല്ലാത്ത സമയം മുഴുവനെ കൃഷ്ണനെ തന്നെ ചിന്തിച്ച് കാലം കഴിക്കുന്ന ആ ഗോപികമാരുടെ ഒരു ചിത്രമാണ് ഇപ്പൊ നമുക്ക് ഞാനിപ്പോ തന്നത് എന്ന് പറയണം. പിന്നെ എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ ആദ്യത്തെ ശ്ലോകം യുഗളത്തിലത്തെ ഈ 12 യുഗളത്തിലത്തെ ആദ്യത്തെ ശ്ലോകം ഒരു ധ്യാനം പോലെയാണ്. പിന്നത്തെ ആ വേണുഗാനത്തിനോടുള്ള പ്രതികരണം, അങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് നമുക്ക് 26ാമത്തെ ശ്ലോകം ശ്രീശുകൻ ഇതാണ് ഗോപികമാര് പകല് മുഴുവൻ ചെയ്തിരുന്ന അത്രയും ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടിയവരായിരുന്നു അവർ എന്ന് പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അപ്പൊ നമുക്ക് ഈ 26ാമത്തെ ശ്ലോകം വായിച്ച് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത അധ്യായം 36 നമുക്ക് നാളെ ചെയ്യാം. ശ്രീശുകവാച 26. ഏവം വ്രജസ്ത്രിയോ രാജൻ കൃഷ്ണലീലാനുഗായതീഹി രേമിരേഹസ്സു അഹസ്സവർണ പകലേണത്തോ തച്ചിത്താസ്തന്മനസ്കാ മഹോദയാഹ. അതായത് ജീവൻ തന്നെ ഭഗവാനിൽ അർപ്പിച്ച് മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് അവർ പകല് മുഴുവൻ കഴിയായിരുന്നു, കൃഷ്ണ കീർത്തനങ്ങളും ചൊല്ലി കഴിയുകയായിരുന്നു. ഹേ പരീക്ഷിത് മഹാരാജാവേ, ഈ ധന്യരായ ഗോപസ്ത്രീകൾ എന്നാണ് ശുഖബ്രഹ്മർഷി പോലും ഇവര് ധന്യരാണെന്ന് കണക്കാക്കണ്ട. കാരണം എല്ലാ സമയത്തും കൃഷ്ണ സ്മരണയാണല്ലോ ഇവർക്ക്. അങ്ങനെ പറഞ്ഞ് ഈ 35ാമത്തെ അധ്യായം കഴിഞ്ഞു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപികായുഗളഗീതം നാമ 35തമോധ്യായഃ സമാപ്ത. അതായത് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഭഗവതോന്മുഖമായിട്ട് അങ്ങോട്ട് തിരിച്ചു വിട്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നമ്മളെ ബാധിക്കില്ല എന്നും കൂടി നമുക്കിതൊന്ന് മനസ്സിലാക്കാം. കാരണം ഗോപികൾ വേറെ ഒന്നിനെപ്പറ്റി വറി ചെയ്യാനോ അല്ലെങ്കിൽ നാളത്തെ കാര്യം ആലോചിച്ച് വിഷമിക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യം ആലോചിച്ച് ദുഃഖിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല. കാരണം എല്ലാ ചിന്തകളും എപ്പോഴും ഭഗവാനിലേക്ക് മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് പൂർണ്ണമായും ഭഗവതോന്മുഖമാക്കി വെച്ചാൽ നമുക്ക് ബാക്കി ഈ സംസാര ദുഃഖങ്ങളൊന്നും അനുഭവപ്പെടില്ല എന്ന് പോലും ആണ് ഇതിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ്. അതാണ്
പറ്റുന്നത്ര നമ്മുടെ മനസ്സിനെ ഭഗവതോന്മുഖമാക്കൂ എന്ന് പറയാണ്. വളരെ ഇൻഡയറക്റ്റായിട്ട്. ഞാൻ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.